പ്രശാന്തേട്ട, കഴിഞ്ഞ ദിവസം തിരുവല്ലയിൽ നിന്ന് വന്ന ഒരു വാർത്ത വളരെയധികം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. തിരുവല്ലയിലെ ഒരു സ്പായിൽ കടന്നു കയറി ഒരു പെൺകുട്ടി അല്ലെങ്കിൽ സ്പായിലെ ജീവനക്കാരിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നു. അത് മൊബൈലിൽ പകർത്തുന്നു. ബലാത്സംഗം ചെയ്യുന്ന സമയത്ത് പെൺകുട്ടിയുടെ കഴുത്തിൽ കത്തിവെക്കുന്നു. ഇതൊക്കെ ചെയ്തിരിക്കുന്നത് കാപ്പ കേസ് പ്രതിയായിട്ടുള്ള മരണ സുബിൻ എന്നറിയപ്പെടുന്ന സുബിൻ അലക്സാണ്ടർ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അയാൾ ജയിലിൽ നിന്നും പുറത്തിറങ്ങി വീണ്ടും ഇത്രയും വലിയൊരു ക്രൂരകൃത്യം നിർവഹിക്കാൻ അദ്ദേഹം ഈ പറയുന്ന വ്യക്തി തയ്യാറാകുന്നുണ്ടെങ്കിൽ അതിന് പോലീസിൽ നിന്നും അല്ലെങ്കിൽ ഭരണാധികാരികളിൽ നിന്നും കൃത്യമായൊരു സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കില്ലേ? ഹർഷ, ഒന്നാമത്തെ കാര്യം, ജയിൽ ശമ്പളം വർദ്ധിപ്പിച്ചൊക്കെ അറിഞ്ഞായിരുന്നു. അതെ, നല്ല ഫുഡാണ്. അതെ, നമുക്ക് വീട്ടിൽ കഴിക്കുന്ന പോലെ എന്തെങ്കിലും മേടിക്കാണ്ട് പുറത്തേക്ക് പോകണ്ട. സമയത്ത് ഫുഡുണ്ട്, ഇറങ്ങുമ്പോൾ നല്ല ശമ്പളമുണ്ട്. പിന്നെ പോലീസുകാർക്ക് ഇപ്പം പ്രതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ദൈവത്തെ കാണുന്ന പോലെയാണെന്നൊക്കെ തോന്നുന്നു. എന്താണെങ്കിലും നേരത്തെയൊക്കെ നമ്മൾ ഉത്തർപ്രദേശിലോട്ടും ബീഹാറിലോട്ടും ഒക്കെ നോക്കി വെച്ച് അവിടെ എന്താണ് നടക്കുന്നത് എന്ന് ചോദിച്ചൊരു സമയത്ത് നിന്നും ഇപ്പോൾ കേരളത്തിലേക്ക് നോക്കി വെച്ച് എന്താണ് സംഭവിക്കുന്നതെന്ന് അവിടെ ഉള്ളവർ ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളം വളർന്നെങ്കിൽ നമ്മുടെ ഭരണം അത്രയും ശക്തമാണ്, അത്രയും സുതാര്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇത് ഈ കഴിഞ്ഞ 1-ാം തീയതിയാണ് ഈ ഹർഷ പറഞ്ഞ സംഭവം നടക്കുന്നത്. ഈ ഫെബ്രുവരി 1-ാം തീയതി സുബിൻ അലക്സാണ്ടർ മരണ സുബിൻ അളിച്ചിരി കുപ്രസിദ്ധനാണ്. തിരുവല്ലയിലെ കാപ്പ കേസ് പ്രതിയാണ്. പോലീസിനെ ആക്രമിച്ച കേസിലും, അതായത് ഒരുപാട് ഡിഗ്രികളൊക്കെ ഉള്ളതാണ്. പോലീസിനെ ആക്രമിച്ചിട്ടുണ്ട്. കാപ്പ കേസ് പ്രതിയാണ്. ഇപ്പം ഈ തിരുവല്ലയിലൊരു സ്പായുണ്ട്. അവിടുത്തെ സ്ത്രീയുടെ അടുത്തൊരു 50,000 രൂപ ഗുണ്ടാപ്പിരിവ് ചോദിച്ചു എന്നാണ് പറയുന്നത്. ആണെങ്കിലും സ്ത്രീ കൊടുത്തില്ല. ഇവൻ നേരെ അവിടെ അതിക്രമിച്ച് കയറി അവിടെ 2 സ്ത്രീകൾ, ആ CCTV വിഷനിൽ 2 സ്ത്രീകളെ കാണിക്കുന്നുണ്ട്, ഒരു പയ്യനെ കാണിക്കുന്നുണ്ട്. ആ പയ്യനെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നു, ഈ സ്ത്രീയെ തള്ളിക്കൊണ്ട് പോകുന്നു. എന്താണെങ്കിലും അവരുടെ പരാതി പ്രകാരം അവരെ ബലാത്സംഗം ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്തതുകൊണ്ട് തന്നെ അവരെ ക്രൂരമായി പീഡിപ്പിച്ചു. അതിനുശേഷം അവരുടെ നഗ്ന ദൃശ്യങ്ങൾ മൊബൈലിലേക്ക് പകർത്തി ശേഷം അവിടെ ഉണ്ടായിരുന്ന 25,000 രൂപയും എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി എന്നാണ് ഇവർ പറയുന്ന പരാതി. അതൊക്കെ എന്താണെങ്കിലും 1-ാം തീയതി നടന്ന സംഭവത്തിൽ 3-ാം തീയതിയാണ് കേസ് എടുത്തിട്ടുള്ളത്. കാരണം ഒരു കേസ് റിപ്പോർട്ട് ചെയ്യാൻ പോലും 48 മണിക്കൂർ വൈകി. ഇതൊരു ബലാത്സംഗമാണ്. ഒരു വണ്ടി പോലീസ് കൈ കാണിച്ചിട്ട് നിർത്താതെ പോയി കഴിഞ്ഞാൽ പാവപ്പെട്ടവൻ്റെ പിന്നാലെ പോയി അവൻ്റെ വീടിൻ്റെ മുറ്റത്തിട്ട് പെറ്റിയടിക്കുന്ന പോലീസ് ഇത്രയും ഗുരുതരമായ ഒരു കേസിൽ, ഇത്രയും ഗൗരവകരമായ ഒരു കേസിൽ 48 മണിക്കൂർ വൈകിയാണ് കേസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തന്നെ മനസ്സിലാക്കണം ഈ പറയുന്ന സുബിൻ അലക്സാണ്ടർ എന്ന മരണ സുബിൻ്റെ തിരുവല്ലയിലെ ആ ഒരു ഹോൾഡ് എന്താണെന്നുള്ളത്. അതെ, തീർച്ചയായിട്ടും ഈ പറയുന്നത് പോലെ കേസ് എടുക്കുന്നതിന് കാലതാമസം ഉണ്ടായി. അതോടൊപ്പം തന്നെ ഇപ്പോ CCTV ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ അതിൽ ക്രൂരമായ ബലാത്സംഗം ഒന്നും കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ രംഗത്ത് വരുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ തന്നെയും ഈ പറയുന്ന പീഡനത്തിന്റെ ക്രൂരത എത്രത്തോളമാണ് നടക്കുന്നത് ഈ CCTV ദൃശ്യങ്ങളിലൂടെ മാത്രമല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പൊന്നു ഹർഷ, ഇവിടെ MLA മുകേഷിന്റെ പീഡനം തീവ്രത കുറഞ്ഞതും രാഹുൽ മാങ്കൂട്ടത്തിന്റെ തീവ്രത കൂടിയതുമാണെന്ന് TV-യിലൂടെ കണ്ട് വിലയിരുത്തിയ ആളുകളുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ ഈ കേരളം. അതെ, അപ്പോ അവർക്ക് വിഷ്വല് കിട്ടാത്തതാണ് അവരുടെ സങ്കടം എന്നുണ്ടെങ്കിൽ തള്ളിക്കൊണ്ട് പോകുന്ന ബെഡ്റൂമിലൊക്കെ ബെഡ്റൂമിൽ കൊണ്ട് CCTV വെക്കുന്ന ഈ പറയുന്ന പ്രതിയുടെ കയ്യിലെ ഫോണിൽ ക്യാമറയിൽ കൃത്യമായി ആ പ്രതി പകർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് പരിശോധിച്ച് അവർ വിലയിരുത്തട്ടെ ഇത് എത്രത്തോളം ക്രൂരമായിരുന്നു എന്നുള്ളത്. ഇത് ഈ കാണുന്നവർക്ക് മനസ്സിലാകും. ഈ പറയുന്ന സുബിൻ എന്ന് പറയുന്നവൻ സ്ത്രീയെ അടിക്കുന്നതായിട്ട് ആ വിഷ്വൽ വളരെ വ്യക്തമായിട്ട് തന്നെ ഉണ്ട്. ഒരു പയ്യൻ, അവനൊരു 18-19 വയസ്സ് കൂടുതലൊന്നും ഇല്ല, ഒരു മെലിഞ്ഞൊരു പയ്യനാണ്. അവനെ കോളറിൽ വലിച്ചടിപ്പിച്ച് അവന്റെ കരണത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു സ്ത്രീയും വിഷ്വലിൽ വരുന്നുണ്ട്, അവരെയും ഉപദ്രവിക്കുന്നുണ്ട്. എന്താണെങ്കിൽ ഈ സ്ത്രീ ആ ഒരു വിഷ്വലിൽ പറയുന്നതിനകത്ത് ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്, ഒരു പീഡനം നടന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ശാരീരിക ചലനങ്ങളല്ല ആ സ്ത്രീയിൽ നിന്ന് വരുന്നത് എന്നാണ് ഈ പറയുന്ന കമന്റ് ബോക്സിന്റെ താഴെ പോയിട്ട് ഇടുന്ന കംപ്ലൈന്റ്. പിന്നെ ഹർഷ, ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ മർഡനീഷിന് ഫാൻസ് ഉള്ള ഒരു നാടാണ്. കാരണം മർഡനീഷിനെ പോലുള്ള ഗുണ്ടകൾക്ക്, പൾസർ സുനിക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ അവരെയൊക്കെ റീലിട്ട് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കൂട്ടം സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട്. അതെ, മാസ് BGM വിത്ത് സ്ലോ മോഷനിലാണ് മർഡനീഷിന്റെ ഓരോ റീലുകളും വരുന്നത്. കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യുന്നവർക്ക് 100-200 ലൈക്ക് കിട്ടുമ്പോൾ മർഡനീഷ് ചുമ്മാ നടന്നാൽ 31K 41K 300K ഒക്കെയാണ്, അല്ലെങ്കിൽ 1 മില്യൺ ആണ്. ഓക്കെ, പിന്നെ മർഡനീഷിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ അതിന്റെ പേരിൽ കണ്ണീരൊഴുക്കിയ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഗുണ്ടകൾക്ക് പൊതുജനങ്ങളെക്കാൾ കൂടുതൽ ഫാൻസുകൾ ഉണ്ടാകുന്ന ഈ കാലത്ത് ഇതൊന്നും അത്ര വലിയ സംഭവമല്ല. പിന്നെ തീവ്രത അളക്കുന്നില്ല എന്നുള്ളതല്ല, നമ്മുടെ ഭരണ സംവിധാനങ്ങൾ ശരിക്കും പറഞ്ഞാൽ പൊളിച്ചു മാറ്റേണ്ട
ഒരു സമയം അതിക്രമിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അതെ, തീർച്ചയായിട്ടും. ഇവിടെ ഇപ്പോ ഈ കേസിൽ പോലും പോലീസ് അതുപോലെ തന്നെ രാഷ്ട്രീയ ഗുണ്ട കൂട്ടുകെട്ട് കൃത്യമായി വരച്ചു കാണിക്കുന്ന നിലയിലേക്ക് ഇപ്പോൾ നേരത്തെ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ കാലതാമസം ഉണ്ടായി കേസെടുക്കാൻ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമുണ്ട്. അതിനാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഇന്നത്തെ പോലീസുകാർ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് പോലെ ജനമൈത്രി പോലീസാണ്, എല്ലാവർക്കും സുതാര്യമായ രീതിയിൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നു എന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് പോലീസിനെ സമീപിക്കുന്നവർക്ക് കിട്ടുന്ന തിരിച്ചടി വളരെ വലുതാണ്. ഇവിടെയാണെങ്കിലും ഈ പറയുന്ന ഗുണ്ടയെ ഭയന്നുകൊണ്ട് പോലീസുകാർ ഭരണം നടപ്പാക്കുന്ന രീതി, അല്ലെങ്കിൽ ഈ കാപ്പ കേസ് പ്രതി ഉൾപ്പെടെയുള്ള ഈ പ്രതികൾക്ക് അനുകൂലമായ രീതിയിൽ എങ്ങനെയൊക്കെ കേസ് വഴിതിരിച്ചു വിടാമോ അതുപോലെയൊക്കെ ചെയ്യുന്ന നിലയിലേക്ക് പോയി. മുന്നേ ഇവിടെ പൊതുജനങ്ങളെ കൊണ്ട് നാട്ടുകാർക്കും ഈ നാട്ടുകാർക്കല്ല, പൊതുജനങ്ങളെ കൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് യാതൊരുവിധ പ്രയോജനങ്ങളും ഇല്ലെങ്കിലും പൊതുജനങ്ങളെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടത് 5 വർഷത്തിൽ ഒരിക്കലാണ് വോട്ട് ചെയ്യാൻ കുറച്ച് കഴുതകൾ. പൊതുജനം കഴുതയാണെന്ന് പറഞ്ഞിരുന്ന രാഷ്ട്രീയക്കാരെ ജയിപ്പിച്ചു വിട്ട നാടാണ് നമ്മുടെ സംസ്ഥാനം. ഇവിടെ ഗുണ്ടകൾ വേണം. അതായത് പവർ എന്നാണ് രാഷ്ട്രീയത്തിന് പറയുന്ന മറ്റൊരു പേര്. അധികാരം, പവർ വേണമെന്നുണ്ടെങ്കിൽ പവർ ഉള്ളവൻ വേണം. അതായത് എന്തും ചെയ്യാനും ആരെയും കൊല്ലാനും ആരെയും തല്ലാനും, എന്താ പറയുക, നട്ടുച്ചയ്ക്ക് എൻ്റെയും തൻ്റെയും ഒക്കെ വീടിൻ്റെ ഉള്ളിൽ കടന്നു വന്ന് നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകളെ ആക്രമിക്കാനും ബലാത്സംഗം ചെയ്യാനും വേണമെങ്കിൽ കൊല്ലാനും പോലും മടിയില്ലാത്ത ക്രൂരന്മാരെ വളർത്തി വിടുന്ന ഇവിടുത്തെ രാഷ്ട്രീയക്കാർ തന്നെയാണ്. 5 വർഷം കൂടുമ്പോൾ വെളുക്ക ചിരിച്ച് കതറ് വിട്ട് നമ്മുടെ മുറ്റത്തേക്ക് കയറി വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം മറക്കും, വോട്ട് കുത്തും. വോട്ട് നേടി ജയിച്ചു കഴിഞ്ഞാൽ നമ്മളെ നോക്കി പുച്ഛ ചിരി ചിരിച്ചുകൊണ്ട് ഇവർ വീണ്ടും ഗുണ്ടകളെ വളർത്തും. ഈ പറയുന്ന ഗുണ്ടകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആരാണ് ഇതിനുള്ള, ഇവർക്ക് തിന്നാനുള്ള പണം കൊടുക്കുന്ന ആരാണ്? നമ്മുടെ നികുതി പണമല്ലേ? നമ്മൾ കഷ്ടപ്പെടും. അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ അവന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് ഗുണ്ടയെ തീറ്റിപ്പോറ്റാൻ പറയുന്നുണ്ടോ? നമ്മുടെ നികുതി പണത്തിൽ തിന്നു കൊഴുത്ത് വീർത്ത് നമ്മുടെ ജീവനും സ്വത്തിനും മേലെ കടന്നുകയറ്റം നടത്തുന്ന ഇതുപോലുള്ള നരാധമന്മാരെ വളർത്തി വിടുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ തന്നെയാണ്. അവർക്കാണ് അവരെ ആവശ്യം, പൊതുജനങ്ങൾക്കല്ല. പിന്നെ ഒരു സ്റ്റേഷനിലേക്ക് നമ്മളൊരു പരാതിയുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ മകനോ അല്ലെങ്കിൽ എൻ്റെ മകളോ ഇത്തിരി സ്കൂളിൽ നിന്ന് വരുവാനായിട്ട് വൈകി, അല്ലെങ്കിൽ അവളെ കാണുന്നില്ല, നെഞ്ചിലെ തീയുമായിട്ടാണ് അച്ഛനും അമ്മയും ഒക്കെ അങ്ങ് ചെല്ലുന്നത്, ഈ പറയുന്ന സ്റ്റേഷനിലേക്ക് ചെല്ലുന്നത്. അവിടെ ലഭിക്കുന്നത് എന്താണ്? അവിടെ വാതിൽക്ക് നിൽക്കുന്ന കോൺസ്റ്റബിൾ മുതൽ അകത്ത് നിൽക്കുന്ന SI മുതൽ ഒടുക്ക ഏറ്റവും അവസാനമാണ് SHO. നമുക്കത് മുഖം കാണിക്കാൻ പറ്റുന്നത്. അന്നേരയ്ക്കും സമയം എത്രയാവും? മണിക്കൂറുകൾ നീണ്ടുപോകും. ഇനി SHO എവിടെയെങ്കിലും പോയിട്ടാണെങ്കിൽ വരാൻ വൈകിയാണെന്നുണ്ടെങ്കിൽ അത് പിറ്റേ ദിവസത്തേന് തള്ളി വയ്ക്കപ്പെടും. പോകുന്ന ഒരു ജീവനോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ഒരു ജീവനോ ഒന്നും വിലയില്ല. കാക്കി തോളിൽ കയറി കഴിഞ്ഞാൽ ഈ പറയുന്ന കാക്കി ടോമാരുടെ എല്ലാം വിചാരം എന്ന് പറഞ്ഞാൽ, ഈ കാക്കി എന്ന് പറയുന്നത് നമ്മളെ മേലെ അധികാരം സ്ഥാപിക്കാനും നമ്മളെ എന്ത് വിളിക്കാനും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ DIGയുടെ ഒരു സർക്കുലർ ഉണ്ടായിരുന്നു, പൊതുജനങ്ങളെ പോലീസ് മാന്യമായി സംസാരിക്കണം. അത് എത്ര പോലീസുകാർ മാന്യമായിട്ട് സംസാരിക്കണം? ഈ കഴിഞ്ഞ ദിവസം ഈ പത്തനാപുരത്ത് ദേവൻ, പോലീസ് ജീപ്പ് പിടിച്ചു ചേർത്ത ദേവൻ എന്ന് പറയുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് റീൽ ഇൻസ്പെക്ടർ ഷാജഹാൻ, റീൽസിലൂടെ വൈറലായ റീൽ ഇൻസ്പെക്ടർ ഷാജഹാൻ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറി പിടിക്കുന്നു. അതിനുശേഷം അയാളുമായി ഫോട്ടോ എടുക്കുന്നു. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് അയാളെ ആഘോഷിക്കപ്പെട്ട ഒരു വീഡിയോ നമ്മൾ കണ്ടു. ഒരേ ഒരു നാട്ടുരാജാവെന്ന് പറഞ്ഞ് ഫ്ലെക്സും വെച്ച് പത്തനാപുരത്ത് അയാളുടെ ഫ്ലെക്സ് വെച്ച് നാട്ടുകാരെ പോലീസിന്റെ കൺമുന്നിൽ ആഘോഷിക്കുന്നു. അതിൻ്റെ താഴെയായി കമന്റ് ബോക്സിൽ ഒരു വീഡിയോ ക്ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ആ ക്ലിപ്പിൽ ഈ ദേവൻ പോലീസിന്റെ ജീപ്പ് ആക്രമിക്കുന്നതിനിപ്പുറം ഈ പറയുന്ന പോലീസുകാർ ദേവനോട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ദേവൻ ചെയ്തത് തെറ്റാണ്. പട്ടിയുമായി എവിടെ ചെന്നു? അമ്പല ഗ്രൗണ്ടിൽ ചെന്നു. പക്ഷെ പട്ടി ജീപ്പിനുള്ളിൽ ഇരുന്ന് നാട്ടുകാരടക്കം പറയുന്നുണ്ട്. പട്ടി പുറത്തിറങ്ങിയിട്ടില്ല, ജീപ്പിന്റെ പടുത വലിച്ചിട്ടിരിക്കുകയാണ്. പട്ടിയെ കൊണ്ടുപോകാൻ പറഞ്ഞു. ദേവൻ എൻ്റെ അമ്പലമാണ്, ഞാൻ പൊക്കോളാന്ന് പറഞ്ഞു. അയാളെ വാഴത്തോപ്പിലിട്ട് ക്രൂരമായി ആക്രമിച്ചെന്നാണ് പറഞ്ഞത്. ഈ പഴമക്കാർ പറയുന്ന ഒരു മൊഴിയുണ്ട്, അളമുട്ടിയ ചേരയും കടിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ദേവനല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ സുബിൻ അലക്സാണ്ടറാണ്. സുബിൻ അലക്സാണ്ടർ ആദ്യത്തെ പീഡകനൊന്നും അല്ല. അതെ, ഇത് ഈ പറയുന്ന വ്യക്തിയുടെ ഇതിന് മുൻപ് പല ചരിത്രം പരിശോധിച്ചാൽ ഒരുപാട് കേസുകൾ ഇയാൾക്കുണ്ട് എന്നുള്ളതാണ്. വെറുതെ ഒരാൾക്ക് ചാർത്തി കൊടുക്കുന്നത്. അതെ, തീർച്ചയായിട്ടും എത്രയോ കേസുകളിൽ പ്രതിയായിട്ടുള്ളതായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത് ഈ പോലീസിനെ ആക്രമിച്ചെന്നുള്ളത്. ഒരുപക്ഷെ പോലീസുകാർക്ക് ഭയമായിരിക്കാം, ഈ പറയുന്ന ഗുണ്ടകളെ തൊട്ടാൽ മുകളിൽ നിന്ന് വരുന്ന ഓർഡറുകൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ മാത്രമാണ് പോലീസുകാർക്ക് സാധിക്കുള്ളൂ. അപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ ഇന്നത്തെ ഒരു നീക്കങ്ങൾ യഥാർത്ഥത്തിൽ ഗുണ്ടകളെയും ഈ പറയുന്ന ക്രിമിനലുകളെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ പറയുന്ന സ്പാ സെന്ററുകൾ അല്ലെങ്കിൽ മസാജ് സെന്ററുകളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ അറിയാം, നല്ല നടപ്പോടുകൂടി പോകുന്ന പലതിനെയും മുന്നോട്ട് കൊണ്ടുപോകാൻ പലർക്കും താല്പര്യമില്ല. അതിനപ്പുറത്തേക്ക് പലയിടങ്ങളിലും അനാശാസ്യ പ്രവർത്തനങ്ങൾ പിന്നിൽ നടക്കുന്ന സ്പായും മസാജ് സെന്ററുകളും മുന്നോട്ട് കൊണ്ടുപോകാനും അതിന്റെ ഉടമസ്ഥതയിൽ പോലീസുകാരിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ അവർക്ക് താല്പര്യം. നമ്മൾ ഇവിടെ ചോദിക്കേണ്ട ഒരു ചോദ്യം കൂടെ ഉണ്ട് കേട്ടോ. ഒരു നല്ല നടപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിന് ഗുണ്ടാപ്പിരി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അതും ഇവിടെ ചോദ്യം. അതുകൊണ്ട് തന്നെയാണ് അവർ കൊടുക്കാതിരുന്നത്. രണ്ട് വശങ്ങളുണ്ട്. അല്ല, ഇവിടെ കൃത്യമായി പറയുന്നത് 50,000 രൂപ ഗുണ്ടാപ്പിരിവ് ചോദിച്ചു, അവർ കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്രയും വലിയൊരു ക്രൂര പീഡനത്തിന് ആ സ്ത്രീ ഇരയാകേണ്ടി വന്നിട്ടുള്ളത്. എന്താണെങ്കിലും
അന്വേഷണം 2 സൈഡിലൂടെ നടക്കട്ടെ. ഈ സ്പാ സെന്ററിൽ എന്തിന് 50,000 രൂപ ഗുണ്ടാപ്പിരിവ് കൊടുക്കണമെന്നതിനെ കുറിച്ച്, പിന്നെ സുബിൻ അലക്സാണ്ടർക്ക് തക്കതായ ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യണം. കാരണം നമ്മുടെ ഭാരതത്തിൽ, നമ്മുടെ കേരളത്തിൽ ഒരു സ്ത്രീയും ആക്രമിക്കപ്പെടാൻ പാടില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കർണാടക പോലീസും ആന്ധ്ര പോലീസും തമിഴ്നാട് പോലീസും ഒക്കെ ചെയ്ത പോലെ ഒരു ഫേക്ക് എൻകൗണ്ടർ നടത്തി ഇവരെയൊക്കെ അങ്ങ് തീർത്ത് കളയേണ്ട ധൈര്യമുള്ള പോലീസുകാർ വരട്ടെ. അതൊന്നും എന്തായാലും നമ്മുടെ കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. ഇവിടെ ഇങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെയേ നടക്കൂ.